ഇപ്പോൾ പന്നിയൻ രവീന്ദ്രൻ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് CPI ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്ന അദ്ദേഹം നമ്മളോട് ചേരുന്നുണ്ട്. ശ്രീ പന്നിയൻ രവീന്ദ്രൻ, വലിയ തരത്തിലുള്ള ക്രിസ്തീയ സ്ഥാപനങ്ങൾ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മണിപ്പൂരിലൊന്നും തന്നെ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട മൗനം വെടിഞ്ഞിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ ലത്തീൻ അതിരൂപത അതിന് കീഴിലുള്ള പള്ളികൾ എന്ന സർക്കുലർ വായിച്ചു. രാജ്യത്ത് വലിയൊരു മതധ്രുവീകരണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ അവർ സർക്കുലർ 22-ാം തീയതി ഒരു ഉപവാസ ദിനമായി ആചരിക്കാനും അവർ തീരുമാനിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഇതിന് പ്രതികരിക്കുന്നത്? അല്ല, ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനമുള്ളൊരു കാര്യം മതനിരപേക്ഷ രാജ്യമാണ്, ഒരു സെക്യുലർ സ്റ്റേറ്റ്. ആ രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു ഏർപ്പാടാണ് ഉണ്ടായത്. കാരണം ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ 3 രാജ്യങ്ങളിലെ വന്ന അഭയാർത്ഥികൾ, ആ അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ 6 വിഭാഗത്തെ മാത്രമേ അതിനകത്ത് പ്രവേശിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് 6 വിഭാഗങ്ങൾക്ക് മാത്രമേ ഈ CAA എന്ന് പറയുന്ന നിയമം അനുസരിച്ച് അവർക്ക് ഇവിടെ 5 വർഷം താമസിച്ചെങ്കിൽ അവർക്ക് ഇവിടെ താമസക്കാരാവാം. എന്തുകൊണ്ട് ആ കൂട്ടത്തിൽ ഒരു സമുദായക്കാരെ മാറ്റിവെച്ചു? അത് ഒരു തുടക്കം മാത്രമാണ്. CAA എന്ന് പറയുന്നത് ആദ്യം ഇപ്പൊ വന്നിരിക്കുന്ന ഒരു തുടക്കം മാത്രമാണ്. ഇനി നേരത്തെ ഈ RSSന്റെ തന്ത്രമുണ്ടല്ലോ, അവരെ ഉദ്ദേശമുണ്ടല്ലോ, ആ ഉദ്ദേശത്തിന്റെ വഴിയിലേക്ക് ഇന്ത്യയെ നയിക്കാനുള്ള അതിന്റെ തുടക്കമായിട്ട് ഇതിനെ കാണണം. അതുകൊണ്ട് ദൂരവ്യാപകമായ ഭവിഷ്യത്തുണ്ടാക്കുന്ന ഒരു നിയമമാണ് CAA എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിൽ ജനങ്ങൾക്ക് പൊതുവിൽ തന്നെ സംഭ്രാന്തി ഉണ്ടാവും, അവർക്ക് വിഷമം ഉണ്ടാവും. ആ വിഷമങ്ങൾക്ക് അവരെ അത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പള്ളികളിലെ സർക്കുലറുമായിട്ട് ബന്ധപ്പെട്ടും ഞാൻ പറയുന്നില്ല, അത് ഓരോ സമുദായങ്ങളും എങ്ങനെ അതിനെ സ്വീകരിക്കുന്നുള്ളതാണ്. പക്ഷെ പൊതുവിൽ പബ്ലിക്കിന്റെ മുമ്പിൽ ഇതൊരു വലിയ മാനസികമായി വിഷമമുണ്ടാക്കുന്ന ഒരു വിഷയമായിരുന്നു CAA എന്ന കാര്യം തർക്കമില്ല. അതിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ആ കാര്യം മനസ്സിലാക്കണം. ഗവൺമെന്റ് അതിനെതിരായി കോടതിയിൽ പോകുമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ നീതിക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ച് ജയിച്ചു നിൽക്കുന്ന ഒരു നാടായി ഈ നാട്. നമുക്ക് പണം തരാത്ത കേന്ദ്ര ഭരണാധികാരി വർഗത്തിനെതിരായി സുപ്രീം കോടതിയിൽ പോകേണ്ടുന്ന ഒരു സ്റ്റേറ്റാണ് ഈ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എന്നും എല്ലാ ജനങ്ങളുടെയും മുമ്പിലുണ്ടെന്ന് തെളിയിക്കുന്നതാണ്. CAAയുടെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാന സുപ്രീം കോടതിയെ സമീപിക്കുന്ന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു, സഖാവ് പിണറായി. അതൊരു നിസ്സാര കാര്യമില്ല, അത് ഗൗരവത്തിൽ കാണണം. എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കാണുന്ന ഒരു ജനവിഭാഗത്തെ ഒരുമിച്ച് നിർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം എന്ന കാര്യം കൂടി ആ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രനാണ് ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത്.